ഹലോ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ഇന്ന് HTML യൂസ് ചെയ്തിട്ട് ഒരു ഫോം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഫോം എന്ന് വെച്ചാൽ ഒന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മൾ ലോഗിൻ ഫോമുകളൊക്കെ കണ്ടിട്ടില്ലേ? ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കൊടുത്തിട്ട് ലോഗിൻ ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ആ വെബ്സൈറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ വാലിഡേഷൻസ് കാണിച്ച് വാലിഡേഷൻ എററുകൾ കാണിക്കും. അപ്പം അതുപോലെ തന്നെ കുറേ ആപ്ലിക്കേഷൻ ഫോമുകൾ ഇപ്പം നമ്മൾ PSCന്റെ സൈറ്റൊക്കെ ആക്സസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കുറെ കൺട്രോളുകൾ കണ്ടിട്ടില്ല. ഒരു സെലക്ട് ബോക്സ് ഉണ്ടാവും, ചെക്ക് ബോക്സ് ഉണ്ടാവും, ടെക്സ്റ്റ് ബോക്സുകൾ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് കൺട്രോളുകൾ കണ്ടിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഒരു ബേസിക് ഫോം എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ, അല്ലെങ്കിൽ ഫോം കൺട്രോളുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇതാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫോം. അതിനകത്ത് ഒരു ലേബിൾ ഉണ്ട്. അവിടെ നമ്മൾ നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ മെസ്സേജസ് ഒക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് പ്രോഗ്രാം ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ് റേഡിയോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേവറേറ്റ് ഫ്രൂട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡ്രോപ്പ് ഡൗൺ കൊടുത്തിട്ടുണ്ട്. ഈ ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്മിറ്റ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോ കൺട്രോളുകളായിട്ട് നോക്കിയാലോ. ഇതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ലേബിൾ എന്നാണ്. ലേബിൾ എന്ന് വെച്ചാൽ നമ്മൾ എൻ്റർ യുവർ നെയിം എന്ന് എഴുതിയിട്ടില്ലേ, ഇതൊരു ലേബിൾ കൺട്രോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ ലേബിൾ കൺട്രോള്? HTML ലേബിളിനെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലേബൽ യൂസ് ചെയ്യുന്നത്. ലേബൽ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് തന്നെയാണ് അതിനുള്ളത്. അതിന് ക്ലോസിംഗ് ടാഗ് ഉണ്ട്. അതിൻ്റെ ഉള്ളില് ആദ്യത്തെ ആട്രിബ്യൂട്ട് ആണ് ഫോർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞു. ആ നെയിം ഒരു കൺട്രോളുമായിട്ട് അസോസിയേറ്റ് ആണ്. ഏതാണ്? ടെക്സ്റ്റ് ബോക്സ് ആയിട്ട്. നെയിം എൻ്റർ ചെയ്യാൻ കൊടുക്കുമ്പോൾ ആ നെയിം യൂസറിന് എൻ്റർ ചെയ്യാൻ ഒരു പ്ലേസ് വേണ്ടേ, അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബോക്സ്. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കൺട്രോൾ ആണല്ലേ. അപ്പൊ നമ്മൾ ഈ ലേബലിന്റെ മേലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ അസോസിയേറ്റ് ആയിരിക്കുന്ന ടെക്സ്റ്റ് ബോക്സിനെ ഫോക്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോർ ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഫോറിന്റെ ഉള്ളിൽ വാല്യൂ ആയിട്ട് നമ്മൾ പ്രോപ്പർട്ടി ആയിട്ട് എന്താ കൊടുക്കുന്നത്? അതിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കൺട്രോൾ ഏതാണോ ആ കൺട്രോളിന്റെ ID. ഇവിടെ ഇപ്പൊ ഞാൻ ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ ടെക്സ്റ്റ് ബോക്സിന്റെ ID ആയിരിക്കും ഇവിടെ ഫോർ ആട്രിബ്യൂട്ട് ആയിട്ട് സ്പെസിഫൈ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അതിന്റെ സ്റ്റൈല് ഡിസൈൻ ചെയ്യാം. മീൻസ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ലേബിളിൽ എന്താണോ ടെക്സ്റ്റ്, ആ ലേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ടെക്സ്റ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ആ ടെക്സ്റ്റ് എഴുതുന്നു, ലേബൽ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു, ലേബൽ എൻ്റർ യുവർ നെയിം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലേബൽ എൻ്റർ ചെയ്യാനൊരു സ്ഥലം വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബോക്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ടെക്സ്റ്റ് ബോക്സ്, ടെക്സ്റ്റ് ഏരിയ, ചെക്ക് ബോക്സ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോമൺ ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതാണ്? ഇൻപുട്ട് ടാഗ് എന്ന് പറയും. ഇൻപുട്ട് ടാഗില് ടൈപ്പ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട കൺട്രോളിന്റെ നെയിം ഡിഫൈൻ ചെയ്യുന്നത്. ഇതൊക്കെ ഓൾറെഡി ഡിഫൈൻഡ് ആണ് കേട്ടോ. നമ്മളത് യൂസ് ചെയ്ത് ആക്സസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് എന്ന് കൊടുക്കും. എന്നിട്ട് അതിനൊരു ID നെയിമും ഉണ്ടാവണം. ഈ ID നെയിമും എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ PSPന്റെയും ജാവാസ്ക്രിപ്റ്റിന്റെയും ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. അപ്പൊ അപ്കമിങ് ക്ലാസ്സസിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ആണ്, അതായത് ഈ ഫോമിനെ നമ്മൾ HTML യൂസ് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റാറ്റിക് ഡിസൈൻ മാത്രമല്ലേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ നമുക്ക് ഡൈനാമിക് ആക്കണമെങ്കിൽ HTML വേണ്ടേ, ജാവാസ്ക്രിപ്റ്റ് വേണ്ടേ. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് ഈ എലമെന്റ്സിന്റെ വാല്യൂ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്, PSP യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയൂ കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഒരു സ്റ്റാറ്റിക് ഫോം ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തിനാണ് ID നെയിമും രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ട്. അത് എല്ലാ കൺട്രോളുകളിലും ഉള്ള രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ്. യൂസേജ് ആ എലമെന്റിന്റെ വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ലേബൽ ടെക്സ്റ്റ് ബോക്സ് മനസ്സിലായല്ലോ. നെക്സ്റ്റ് അപ്പൊ ഇവിടെ എന്താണ്, നമുക്കൊരു എൻ്റർ യുവർ നെയിം എന്നൊരു ലേബൽ ഉണ്ട്, ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നെയിം ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ മനസ്സിലായല്ലോ. അടുത്ത് നമുക്ക് ടെക്സ്റ്റ് ഏരിയ നോക്കിയാലോ. ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കൺട്രോൾ ആണ്. ഇവിടെ നമുക്ക് ഒരു ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, ഇത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് വരെ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കുറച്ചും കൂടെ നമുക്കൊരു ലാർജ് മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ്
ഇങ്ങനെയൊക്കെ നമുക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കൺട്രോൾ ആണ് ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടെ വൈഡ് ആയിരിക്കും. നമുക്ക് എന്താ പറയുക, എൻട്രി അടിച്ച് ഇങ്ങനെ മൾട്ടി ലൈൻ പ്രൊവൈഡ് ചെയ്യും. ലൈനായിട്ട് നമുക്ക് നമ്മുടെ മെസ്സേജ് നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ലേബൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലേബലിന് അതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ഏരിയന്റെ ID 4 ആട്രിബ്യൂട്ടിൽ സ്പെസിഫൈ ചെയ്തു. അതിന്റെ സ്റ്റൈല് കൊടുത്തു, അതിന്റെ ലേബലും കൊടുത്തു, ടെക്സ്റ്റും കൊടുത്തു. എന്നിട്ട് ലേബൽ ക്രിയേറ്റ് ചെയ്തു ടെക്സ്റ്റ് ഏരിയ. അപ്പോൾ ഇൻപുട്ട് എന്നുള്ള ആട്രിബ്യൂട്ട് അല്ല ടെക്സ്റ്റ് ഏരിയക്ക് യൂസ് ചെയ്യുന്നത്, ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞ കൺട്രോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞ കൺട്രോളിന് ക്ലോസിംഗ് ടാഗ് ഉണ്ട്. ഇവിടെ നോക്കണം, ഇൻപുട്ട് എന്ന് പറഞ്ഞ കൺട്രോളിന് ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ഇമേജ് ടാഗിന് ക്ലോസിംഗ് ടാഗ് ഇല്ലാന്ന്, അതുപോലെ ടെക്സ്റ്റ് ഏരിയയ്ക്കും ഇൻപുട്ട് ടാഗിനും ക്ലോസിംഗ് ടാഗ് ഇല്ല കേട്ടോ. പക്ഷെ ടെക്സ്റ്റ് ഏരിയയ്ക്ക് ക്ലോസിംഗ് ടാഗ് ഉണ്ട്. നമ്മൾ ഐഡിയും നെയിമും സ്പെസിഫൈ ചെയ്യും. പിന്നെ ടെക്സ്റ്റ് ഏരിയന്റെ സ്പെസിഫിക് ആയിട്ടുള്ള 2 ആട്രിബ്യൂട്ട് ആണ് റോസും കോളംസും. അതായത് ഈ ടെക്സ്റ്റ് ഏരിയന്റെ സൈസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് വിഡ്ത്തും ഹൈറ്റും എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമ്മുടെ ആവശ്യത്തിന് മാറ്റി എത്ര വിഡ്ത്തും ഹൈറ്റും ആണോ വേണ്ടത്, നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസ് ആണോ വേണ്ടത്, അതിനനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ഏരിയ ക്ലിയർ ആയില്ലേ? അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ചെക്ക് ബോക്സ് ആണ്. എന്താ ചെക്ക് ബോക്സ്? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതായത് ചോദിച്ചു. നമുക്ക് ജാവ ആണെങ്കിൽ, നമ്മളിപ്പോ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ ജാവ ഉണ്ടെങ്കിൽ നമുക്ക് ജാവ ഫേവറേറ്റ് ആണെങ്കിൽ അത് ടിക്ക് ചെയ്യും, അല്ലെങ്കിൽ പൈത്തൺ ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യും. അങ്ങനെ ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലേ ചെക്ക് ബോക്സ്. റിയൽ ലൈഫിൽ ചെക്ക് ബോക്സുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവൂലേ. അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്യും, എന്നിട്ട് അതിന്റെ ടൈപ്പ് കൊടുക്കും. ഇവിടെ ടൈപ്പ് എന്താണ്? ചെക്ക് ബോക്സ് ആണ്. ഐഡിയും നെയിമും ഡിഫൈൻ ചെയ്യും. ഈ വാല്യൂവിന്റെ അകത്താണ് ഓരോ ചെക്ക് ബോക്സുകൾക്കും അതിന് കറസ്പോണ്ടിങ് വാല്യൂ ഉണ്ടാവുമല്ലോ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചെക്ക് ബോക്സ് എന്തിനാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പൊ ഞാൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലേ ചോദിച്ചിരിക്കുന്നത്, അപ്പൊ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ നെയിമുകളായിരിക്കും എന്റെ വാല്യൂ. ഞാൻ ജാവ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേറൊരു ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് വാല്യൂ പൈത്തോൺ, വേറൊരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ട് വാല്യൂ ജാവ സ്ക്രിപ്റ്റ്, C# ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് ഒരു ചെക്ക് ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ്? ഇത് കണ്ടോ, ചെക്ക് ബോക്സുകൾ ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് ഉണ്ട്. നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് അറ്റ് എ ടൈമിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ടിക്ക് ചെയ്യാം, ടിക്ക് ഓഫ് ചെയ്യാം. അത് നമ്മുടെ റിയൽ ലൈഫ് ചെക്ക് ബോക്സ് തന്നെ, നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിലൊക്കെ കണ്ടിട്ടുള്ള ചെക്ക് ബോക്സ് തന്നെ. ചെക്ക് ബോക്സ് ക്ലിയർ ആയല്ലോ? അടുത്തത് നമുക്ക് നോക്കാൻ പോകുന്നത് റേഡിയോ ബട്ടൺ ആണ്. റേഡിയോ ബട്ടന്റെ പ്രത്യേകത എന്താ? അറ്റ് എ ടൈമിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതും ഒരു സെലക്ഷൻ ആണ്, പക്ഷെ അറ്റ് എ ടൈമിൽ ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നമ്മുടെ ജെൻഡർ ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ മെയിൽ, അല്ലെങ്കിൽ ഫീമെയിൽ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അറ്റ് എ ടൈമിൽ ഇത് രണ്ടും ആയിരിക്കില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പം അതുപോലെ ഒരു വാല്യൂ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടൈമിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റേഡിയോ ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്തിട്ടാണ് റേഡിയോ ബട്ടണും ക്രിയേറ്റ് ചെയ്യുന്നത്. ടൈപ്പ് ആയിട്ട് നമ്മൾ റേഡിയോ എന്ന് സ്പെസിഫൈ ചെയ്യുന്നു. പിന്നെ ഇതൊരു ഗ്രൂപ്പ് അല്ലേ, അതായത് ഇത് മൂന്ന് അറ്റ് എ ടൈമിൽ ഒന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു റേഡിയോ ബട്ടന്റെ ഗ്രൂപ്പാണ്. ഇതിൽ ഇപ്പൊ ഇത് ഒരൊറ്റ ഗ്രൂപ്പിനാകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ റേഡിയോ ബട്ടണുകൾക്കും നെയിം കോമൺ ആയിരിക്കണം. ഈ നെയിം ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ റേഡിയോ ബട്ടന്റെ ഗ്രൂപ്പിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, നെയിം കോമൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ അറ്റ് എ ടൈമിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന 1 എന്നുള്ള ചെക്ക് ബോക്സിന്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. നെയിം പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം, അത് കോമൺ ആയിരിക്കണം. എത്ര റേഡിയോ ബട്ടൺ ഡിഫൈൻ ചെയ്യുന്നുണ്ടോ അത്രയും റേഡിയോ ബട്ടണ് നെയിം എന്തായിരിക്കണം? കോമൺ ആയിരിക്കണം. പിന്നെ നമ്മൾ ചെക്ക് ബോക്സിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ വാല്യൂ കൊടുക്കുന്നു. ആ റേഡിയോ ബട്ടന്റെ പർപ്പസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ വാല്യൂസും സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. നമുക്ക് നോക്കിയാലോ? ഇവിടെ ഞാൻ ജെൻഡർ ഏതാണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റേഡിയോ ബട്ടൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്, അതർ ഉണ്ട്. ഇതാണ് 3 കണ്ടോ, ഏതെങ്കിലും ഒന്നല്ലേ എനിക്ക് അറ്റ് എ ടൈമിൽ ചൂസ് ചെയ്യാൻ പറ്റൂ. ഇത് നെയിം പ്രോപ്പർട്ടി കൊണ്ടാണ് കേട്ടോ. ഇതൊരു റേഡിയോ ബട്ടൺ ഗ്രൂപ്പാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? അടുത്ത് ലാസ്റ്റ് കൺട്രോൾ ഏതാന്ന് വെച്ചാൽ സെലക്ട് ബോക്സ് ആണ്.
സെലക്ട് ബോക്സ് നമ്മളിപ്പോ ഈ ചെക്ക് ബോക്സിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് എന്താ മൾട്ടിപ്പിൾ വാല്യൂസ് അറ്റ് എ ടൈമിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ചെക്ക് ബോക്സും സെലക്ട് ബോക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്പേസ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതായത് എത്ര ചെക്ക് ബോക്സ് വേണോ അത്രയും നമ്മളിങ്ങനെ താഴെ 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 അല്ലെങ്കിൽ ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ ആയിട്ട് ഡിഫൈൻ ചെയ്യണ്ടേ. പക്ഷെ സെലക്ട് ബോക്സിനാണെങ്കിലോ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു ഡ്രോപ്പ് ഡൗൺ ആണിത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ലിസ്റ്റ് വരും, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ, ഈ ചെക്ക് ബോക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സെലക്ട് ബോക്സ് സെലക്ട് സ്പേസിന്റെ കേസിൽ കുറച്ചും കൂടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്, യൂസ്ഫുൾ ആവുന്നത് അതാണ്. ഇത് രണ്ടും മൾട്ടിപ്പിൾ എന്താ പറയാ മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടാവും, അതിൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ചെക്ക് ബോക്സിലാണെങ്കിൽ അറ്റ് എ ടൈമിൽ ഒരു വാല്യൂ ചൂസ് ചെയ്യാൻ പറ്റൂ. അറ്റ് എ ടൈമിൽ മൾട്ടിപ്പിൾ വാല്യൂസ് ചൂസ് ചെയ്യാൻ പറ്റുന്ന സെലക്ട് ബോക്സ് ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. അവ എങ്ങനെയാണ് സെലക്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? സെലക്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ നെയിം പറയുന്ന പോലെ തന്നെ സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ നെയിം ആട്രിബ്യൂട്ട് കൊടുക്കണം, അതുപോലെ തന്നെ ഐഡി ആട്രിബ്യൂട്ടും കൊടുക്കണം. അത് കഴിഞ്ഞിട്ടോ ഓരോ വാല്യൂസും എങ്ങനെയാണ് സെലക്ട് ബോക്സിൽ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ സെലക്ട് ബോക്സ് എന്തിനാ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഫേവറേറ്റ് ഫ്രൂട്ടിനെ എടുക്കാൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഫേവറേറ്റ് ഫ്രൂട്ട്സ്, എല്ലാ ഫ്രൂട്ട്സിന്റെ നെയിമും നമ്മൾ എവിടെയെങ്കിലും ഡിഫൈൻ ചെയ്താലല്ലേ യൂസറിന് ഒരു ഫേവറേറ്റ് ഫ്രൂട്ട് സെലക്ട് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ ടാഗുകൾ യൂസ് ചെയ്യുന്നത്. ഈ ഓപ്ഷൻ ടാഗിന്റെ ഉള്ളിൽ വാല്യൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഫ്രൂട്ടിന്റെ നെയിം കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അതിനൊരു ലേബലും കൊടുക്കണം. ഈ ലേബലും വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലേബൽ യൂസ് ചെയ്തിട്ടാണ് യൂസർ സെലക്ട് ബോക്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റുക. പക്ഷെ നമുക്ക് ഇന്റേണലി ആക്സസ് ചെയ്യുമ്പോൾ ഡാറ്റാബേസിലൊക്കെ കൊണ്ടുപോയി ഇതിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ഈ ലേബൽ അല്ലാതെ വേറെ എന്തെങ്കിലും വാല്യൂ കൊടുക്കേണ്ടത് വിചാരിച്ചു. ഇപ്പൊ നമ്മൾ ഈ കാണുമ്പോൾ ആപ്പിൾ ബനാന ചെറിയെന്ന് കൊടുക്കണം. പക്ഷെ ഇന്റേണലി നമ്മൾ ഓരോ ഫ്രൂട്ടിന് ഓരോ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്. അത് മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ വാല്യൂ എന്ത് ചെയ്യാം? മാറ്റിക്കൊള്ളു, മീൻസ് വാല്യൂ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസർ കാണുമ്പം ആപ്പിളിനായിരിക്കും, പക്ഷെ അതിന്റെ ഇന്റേണൽ വാല്യൂ എത്രയായിരിക്കും? 0 എന്നായിരിക്കും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാല്യൂ, ഇന്റർഫേസിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു വാല്യൂ ഡിഫൈൻ ചെയ്യാം. അതിനാണ് ലേബലും ഇന്റേണലി വാല്യൂ അട്രിബ്യൂട്ട് യൂസ് ചെയ്ത് വാല്യൂ കൊടുക്കാൻ പറ്റുക. അപ്പൊ നമുക്കിവിടെ ആപ്പിളിനുള്ള ആപ്പിൾസ് കൊടുത്തു, എന്നിട്ട് വാല്യൂ എന്നുള്ളത് ആപ്പിൾ സ്മോൾ ലെറ്റർ ആപ്പിളിന് കൊടുത്തു. നമുക്ക് നോക്കിയാലോ, ഇത് കണ്ടോ, ആപ്പിൾസ് എന്ന് പറഞ്ഞില്ലേ. ഇനി നമുക്കിത് ഇൻസ്പെക്ട് ചെയ്യാം. ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിന്റെ വാല്യൂസ് ആയിട്ട് എന്താണ്? സ്മോൾ ലെറ്റർ ആപ്പിൾ അല്ലേ. ഇതൊക്കെ എങ്ങനെ ഇൻസ്പെക്ട് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ അപ്കമിങ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി ലാസ്റ്റ് കൺട്രോൾ എന്താണ്? നെയിം കൊടുത്തു, മെസ്സേജ് കൊടുത്തു, ലാംഗ്വേജ് സെലക്ട് ചെയ്തു, ജെൻഡർ സെലക്ട് ചെയ്തു, ഫേവറേറ്റ് ഫ്രൂട്ടും സെലക്ട് ചെയ്തു. ഇനി എനിക്കൊരു ബട്ടൺ വേണം. ഈ ബട്ടൺ ക്ലിക്കിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ഡാറ്റാബേസിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബട്ടൺ. രണ്ട് ടൈപ്പിൽ നമുക്ക് ബട്ടൺ ഡിഫൈൻ ചെയ്യാം. ഒന്നെങ്കിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് യൂസ് ചെയ്തിട്ട് ടൈപ്പിൽ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ആണ്, സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബട്ടൺ ഒരു ലേബിൾ നമുക്ക് കാണണ്ടേ. നമുക്ക് ഇവിടെ കണ്ടോ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ. ഇതിന് പകരം നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതായത് ഇപ്പം സബ്മിറ്റിന് പകരം സേവ് എന്ന് കൊടുക്കാം. അപ്പൊ എന്താ, അങ്ങനെ നമുക്ക് ബട്ടന് ലേബൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, സബ്മിറ്റ് ബട്ടന്റെ ലേബൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ വാല്യൂ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ ഈ സ്റ്റാറ്റിക് ഫോം ആണ് കേട്ടോ. ഇനി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന ഡാറ്റാസ് എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം, അത് ആക്സസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാം, PHP യൂസ് ചെയ്തിട്ടും ആക്സസ് ചെയ്യാം. ഇപ്പൊ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് അതെങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, എന്നിട്ട് നമ്മുടെ സെർവറിൽ കൊണ്ടുപോയി ഡാറ്റാബേസിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നൊക്കെ ഉള്ളത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഡിയർ ഫ്രണ്ട്സ്, എന്റെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഈ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണണം, ഈ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്